2024 ജൂലൈയിൽ നടക്കുന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദിയാവുന്ന സ്ഥലം കൊച്ചി. 2024 ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം യുറാനസിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 28. നെപ്റ്റ്യൂണിന്റെ ആകെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 16. കേരള ലോകായുക്ത ഭേദഗതി ബിൽ രാഷ്ട്രപതി ഒപ്പുവച്ചത് എന്ന്? 2024 ഫെബ്രുവരി 28. 2024 കേരള മീഡിയ കോൺക്ലേവ് വേദി എവിടെ? കാക്കനാട്, എറണാകുളം. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായ കാശ്മീരിലെ ഫോട്ടോ ജേർണലിസ്റ്റ് സന ഇർഷാദ് മട്ടു. കേരള മീഡിയ അക്കാദമി വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് സമ്മാനത്തുക 1,00,000 രൂപ. ക്യാൻസർ ചികിത്സ 100 രൂപ ടാബ്ലറ്റ് വികസിപ്പിച്ച ക്യാൻസർ ഗവേഷക ചികിത്സാ കേന്ദ്രമേത്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്. ബ്രിട്ടീഷ് രാജാവിന്റെ ബഹുമതിയായ നൈറ്റ്വുഡ് പദവി ലഭിച്ച ഇന്ത്യയിലെ വ്യവസായി ആര്? സുനിൽ മിത്തൽ. ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നതിനെതിരെ മലപ്പുറം ജില്ലാ ഭരണകൂടം ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ക്യാമ്പയിനിന്റെ പേര്? നെല്ലിക്ക. 78 വർഷത്തിനിടെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ അവസാന വിക്കറ്റിലെ 2 ബാറ്റർമാരും സെഞ്ചുറി നേടി. അവർ ആരൊക്കെ? മുംബൈയുടെ ധനുഷ് കോടിയാനും തുഷാർ ദേശ്പാണ്ഡെയും. ഈ നേട്ടം ആദ്യമായി കൈവരിച്ച താരങ്ങൾ ചന്തു സാർവാദയും ശുദ്ധേ ബാനർജിയും 1946. രാജ്യത്ത് ആദ്യമായി കായിക രംഗത്തെ ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനമേത്? കേരളം. കേരളം കായിക രംഗത്ത് ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയതിന് കാരണം കായിക താരങ്ങൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് പരിശോധനയിൽ കൂടുതൽ സുതാര്യത കൊണ്ടുവരുന്നതിന്. നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആപ്ലിക്കേഷനുകളിൽ വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളം സ്വന്തമായി വികസിപ്പിച്ച പ്രോസസ്സർ ഏത്? കൈരളി. കേരളം സ്വന്തമായി വികസിപ്പിച്ച കൈരളി പ്രോസസ്സർ നിർമ്മിച്ചത് എവിടെ? ഡിജിറ്റൽ സർവകലാശാല. ഏത് രാജ്യത്തെ സെനറ്റിന്റെ അംഗീകാരമാണ് ഗർഭചിത്രം സ്ത്രീകളുടെ ഭരണഘടനാപരമായ അവകാശമാകുന്ന നിർണായക ഭേദഗതി ബില്ലിന് ലഭിച്ചത്? ഫ്രഞ്ച്. 2024 ഫെബ്രുവരിയിൽ കോമൺവെൽത്ത് രാജ്യമായ ടുവാലുവിന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായതാര്? ഫെലറ്റി ടിയോ. എത്ര ശതമാനമായാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 3ാം പാദത്തിൽ ഉയർത്തിയത്? 8.4%. IIT മദ്രാസിലെ DST TBIയുടെ സ്റ്റാർട്ടപ്പായ സോളിനസ് വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗ് റോബോട്ട് ഏത്? ഓമോസെപ് ആറ്റം. 2024 ഫെബ്രുവരിയിൽ ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമേത്? പെറു. കേരള സാങ്കേതിക സർവകലാശാല APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ ഓംബുഡ്സ്മാനായി അടുത്തിടെ ചുമതലയേറ്റതാര്? ഡോക്ടർ ധർമ്മരാജ് അഠാഡ്. ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ നിന്നും പുറത്തായ രാജ്യമേത്? UAE. സിക്കിമിലെ ആദ്യ റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് എവിടെ? രംഗ്പോ. കേരള പ്രിവെൻഷൻ ഓഫ് ഡിഫെയർമെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിൽ 2024 പ്രകാരം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ പോസ്റ്റർ ഒട്ടിച്ച് ചുവരെഴുത്ത് നടത്തിയും വികൃതമാക്കിയാലുമുള്ള ശിക്ഷ എന്ത്? 1 വർഷം തടവും പിഴയും. ബാനർ, ഫ്ലെക്സ് ബോർഡുകൾ, നോട്ടീസുകൾ, പരസ്യങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ച പൊതു ഇടങ്ങൾ നശിപ്പിക്കുന്നവർക്കുള്ള ശിക്ഷ 6 മാസം തടവും പിഴയും.
2024 ആഗോള ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 42. 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം നീൽ വാഗ്നർ. UEFA വുമൻസ് നാഷണൽ ലീഗ് ഫുട്ബോളിലെ പ്രഥമ എഡിഷനിൽ കിരീടം നേടിയ രാജ്യം സ്പെയിൻ. ഫൈനലിൽ സ്പെയിൻ പരാജയപ്പെടുത്തിയത് ആരെ? ഫ്രാൻസിനെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക്. അടുത്തിടെ ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി തെളിഞ്ഞതിനെ തുടർന്ന് 4 വർഷത്തേക്ക് വിലക്ക് കിട്ടിയ ഫ്രാൻസ് ഫുട്ബോൾ ടീമിന്റെ മിഡ്ഫീൽഡറായ താരം പോൾ പോഗ്ബ. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ ദൂരമെറിഞ്ഞ പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം മാക്സ് ഡെന്നിങ്. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏത്? പെരിയാർ. നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത മറ്റ് നദികളേവ? മഹാനദി, കാവേരി, കൃഷ്ണ, ഗോദാവരി, നർമ്മദ. ആർക്കെല്ലാമാണ് പെരിയാർ നദീതട വികസന സാധ്യതകൾ പഠിച്ച് പദ്ധതി തയ്യാറാക്കാനുള്ള ചുമതല? IIT പാലക്കാട്, NIT കാലിക്കറ്റ്. 2022 നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പുള്ളിപ്പുലികളുള്ള സംസ്ഥാനമേത്? മധ്യപ്രദേശ് 3907. രാജ്യത്തെ ആകെ പുള്ളിപ്പുലികളുടെ എണ്ണം എത്ര? 13,874. കൺസർവേഷൻ അതോറിറ്റി സർവേ പ്രകാരം കേരളത്തിലെ പുള്ളിപ്പുലികളുടെ എണ്ണം എത്ര? 570. ലോക ആരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമേത്? കൊച്ചി. 2024 വിശാഖപട്ടണത്ത് വെച്ച് നടക്കുന്ന ഇന്ത്യൻ നാവികസേനയും റോയൽ മലേഷ്യൻ നേവിയും തമ്മിലുള്ള നാവികാഭ്യാസത്തിന്റെ പേര്? സമുദ്ര ലക്ഷ്മണ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ ഈവന്റായ ഭാരത് ടെക്സ് 2024 വേദിയായ നഗരം? ന്യൂഡൽഹി. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമങ്ങൾ ലംഘിച്ചതിന് ഏത് ബാങ്കിനാണ് ധനകാര്യ ഇന്റലിജൻസ് യൂണിറ്റ് ഇന്ത്യ 5.49 കോടി രൂപ പിഴ ചുമത്തിയത്? പേടിഎം പേയ്മെന്റ് ബാങ്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ ഇന്ത്യയുടെ പുതിയ നാവിക താവളമേത്? INS ജഡായു. ലക്ഷദ്വീപിൽ എവിടെയാണ് INS ജഡായു? മിനിക്കോയ്. ഒഡീഷയിലെ യുവബിരുദധാരികളെ സാമ്പത്തിക സേവന മേഖലയിൽ തൊഴിലവസരങ്ങൾക്കായി സജ്ജമാക്കുന്നതിനായുള്ള പദ്ധതിയുടെ പേര്? പ്രൊജക്ട് ഒഡീസർ. 2023 കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച എഴുത്തുകാരി? KA ബീന. KA ബീനയ്ക്ക് കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കാനിടയാക്കിയ ബാലനോവൽ? റോസും കൂട്ടുകാരും. അടുത്തിടെ പുകയില വിരുദ്ധ നിയമം പിൻവലിച്ച രാജ്യമേത്? ന്യൂസിലാൻഡ്. 2027 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്ന സ്ഥലം? ബെയ്ജിംഗ്. 2025 വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാകുന്ന സ്ഥലം? ടോക്കിയോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുൻപേ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ഇനി പുതിയ ക്വിസ് വീഡിയോസ് വരുമ്പോൾ അത് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്യേണ്ട, നേരെ ചോദ്യത്തിലേക്ക് കിടക്കാം. പ്രോ കബഡി ലീഗ് 10ാം സീസണിലെ കിരീടം നേടിയ ടീം? പുണേരി പൾട്ടാൻ. അഫ്ഗാനിസ്ഥാനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി തങ്ങളുടെ
ആദ്യ ടെസ്റ്റ് വിജയം കുറിച്ച രാജ്യം? അയർലൻഡ്. ലോക വന്യജീവി ദിനമായി ആചരിക്കപ്പെടുന്നത് എന്ന്? മാർച്ച് 3. 2024 ലോക വന്യജീവി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ജനങ്ങളെയും ഗ്രഹത്തെയും തമ്മിൽ ബന്ധിപ്പിക്കൽ, വന്യജീവി സംരക്ഷണത്തിൽ ഡിജിറ്റൽ നവീകരണം പര്യവേക്ഷണം ചെയ്യുക. ലോക കേൾവി ദിനമായും ദേശീയ പ്രതിരോധ ദിനമായും ആചരിച്ചത്? മാർച്ച് 3. 2024 ലോക കേൾവി ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? മനോഗതി മാറ്റാം, ശ്രവണ പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം. വനകുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതി ഏത്? ഹാരിയർ. വനം കുറ്റകൃത്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുള്ള ഏത് പദ്ധതിയുടെ ഭാഗമാണ് ഹാരിയർ? ഹോക്ക്. ഏഷ്യൻ ടെലികോം അവാർഡിൽ ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയ കമ്പനി? ജിയോ പ്ലാറ്റ്ഫോം. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് മന്ത്രിതല സമ്മേളനത്തിന്റെ വേദിയായ സ്ഥലം? അബുദാബി. സംസ്ഥാനത്തെ ആദ്യ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് എവിടെ? പുന്നപ്ര, ആലപ്പുഴ. അടുത്തിടെ ടിബറ്റൻ ആടുകളെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമേത്? ചൈന. സ്റ്റേറ്റ് ഓഫ് ഇന്ത്യാസ് എൻവയോൺമെന്റ് 2024 റിപ്പോർട്ട് പ്രകാരം UN സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? 112. 2024 സർക്കാർ രംഗത്തെ IT സംരംഭങ്ങൾക്കുള്ള ടെക്നോളജി സഭ അവാർഡ് ലഭിച്ച IT സംരംഭം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റ് നടപ്പാക്കിയ ഏത് പഠന പദ്ധതിക്കാണ് അവാർഡ് ലഭിച്ചത്? റോബോട്ടിക്സ് പഠന പദ്ധതി. IPL-ൽ ലക്നൗ സൂപ്പർ ജെയിൻസിന്റെ മുഖ്യ പരിശീലകൻ ജസ്റ്റിൻ ആൻഡ്രൂനൊപ്പം സഹപരിശീലകനായി നിയമിതനായ മുൻ ദക്ഷിണാഫ്രിക്കൻ താരമാര്? ലാൻസ് ക്ലൂസ്നർ. ഫോർമുല 1 കാറോട്ട മത്സരത്തിലെ ഈ സീസണിലെ ആദ്യ മത്സരമായ ബഹ്റൈൻ ഗ്രാൻഡ് പ്രിയിൽ ജേതാവായ താരം? മാക്സ് വെസ്റ്റപ്പൻ. പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ഷഹബാസ് ഷരീഫിന്റെ പാർട്ടി ഏത്? പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി. അർബുദബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയുടെ പേര്? നീതി മെഡിക്കൽ സ്കീം. നീതി മെഡിക്കൽ സ്കീം പദ്ധതി എന്നു മുതലാണ് ലഭ്യമാകുന്നത്? ഏപ്രിൽ 1 മുതൽ. സൈബർ തട്ടിപ്പുകൾ തടയാനായി കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ കീഴിൽ ആരംഭിക്കുന്ന പുതിയ സംവിധാനമേത്? ചക്ഷു. കിസാൻ ക്രെഡിറ്റ് കാർഡ് മാതൃകയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ക്രെഡിറ്റ് കാർഡ് പദ്ധതി അവതരിപ്പിക്കുന്നത് ആര്? കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം. ഹജ്ജ് തീർത്ഥാടകർക്കായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ആപ്പിന്റെ പേര്? ഹജ്ജ് സുവിധ ആപ്പ്. ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ 2023 സംസ്ഥാന വ്യവസായ സുരക്ഷിതത്വ പുരസ്കാരം ലഭിച്ച യൂണിറ്റ്? കണ്ണൂർ മലയാള മനോരമ യൂണിറ്റ്. കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് യൂണിവേഴ്സിറ്റി നൽകുന്ന 2024 കിസ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരം നേടിയ വ്യക്തി? ബിൽ ഗേറ്റ്സ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം? ഇന്ത്യ. തകഴി സ്മാരക സമിതി ഏർപ്പെടുത്തിയ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി? പ്രൊഫസർ MK സാനു. തകഴി സാഹിത്യ പുരസ്കാര തുക? 50,000 രൂപ. എവിടെയാണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്
ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം കമ്മീഷൻ ചെയ്തത്? രാജ്നാന്ദ്ഗാവ്, ഛത്തീസ്ഗഡ്. എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്? പട്ന, ബീഹാർ. 2023 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സഞ്ചാരികൾ സന്ദർശിച്ച ജില്ല ഏത്? എറണാകുളം. 2024 മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കൊച്ചി മെട്രോ 1ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ ഏത്? തൃപ്പൂണിത്തറ ടെർമിനൽ. ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനമേത്? ഗുജറാത്ത്. സ്പെയിനിന്റെ മേഫിസ് 2024 പുരസ്കാരം നേടിയ കേരളം ആസ്ഥാനമായുള്ള സ്റ്റാർട്ടപ്പ് ഏത്? ഗ്രീൻ ആൻഡ് ഗ്ലോബൽ. തമിഴ്നാടിനെ ഇന്നിംഗ്സിനും 70 റൺസിനും തോൽപ്പിച്ച് രഞ്ജി ട്രോഫി ഫൈനലിൽ കടന്ന ടീം? മുംബൈ. എത്രാം തവണയാണ് രഞ്ജി ട്രോഫി ഫൈനലിലേക്ക് മുംബൈ കടന്നിരിക്കുന്നത്? 48ാം തവണ. ഏറ്റവും കൂടുതൽ തവണ രഞ്ജി ട്രോഫി കിരീടം ചൂടി എന്ന നേട്ടം കൈവരിച്ചിരിക്കുന്ന ടീം? മുംബൈ. എത്ര തവണ കിരീടം ചൂടിയിട്ടുണ്ട്? 41 തവണ. ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമിൻസിനെ ക്യാപ്റ്റനായി നിയമിച്ച IPL ടീം? സൺറൈസേഴ്സ് ഹൈദരാബാദ്. 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായത് ആര്? സാറ ജോസഫ്. സാറ ജോസഫിന്റെ ഏത് നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്? എസ്തേർ. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ശ്രദ്ധേയമായ യുവ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് തപസ്യ പുരസ്കാരം ലഭിച്ച വ്യക്തി? രജനി സുരേഷ്. രജനി സുരേഷിന്റെ ഏത് പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? വള്ളുവനാടൻ വിഷുക്കടുക്ക എന്ന ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകം. ഗർഭചിത്രത്തിനുള്ള അവകാശം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമേത്? ഫ്രാൻസ്. 2023-24 സാമ്പത്തിക വർഷത്തെ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രത സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത്. ഇന്ത്യയിലെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല ഏത്? വയനാട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ കൈറ്റ് നടപ്പാക്കുന്ന ഓൺലൈൻ പരിശീലന പദ്ധതിയുടെ പേര്? കൂൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം? 2ാം സ്ഥാനം. കാർഷിക പാരിസ്ഥിതിക ഗവേഷണ ആവശ്യത്തിനായി ഇറാൻ തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹമേത്? പാർസ് 1. 2024 മാർച്ചിൽ ഇന്ത്യൻ നാവികസേനയുടെ കൊച്ചിയിലെ ദക്ഷിണ മേഖല ആസ്ഥാനത്ത് കമ്മീഷൻ ചെയ്ത ഹെലികോപ്റ്റർ ഏത്? MH-60 റോമിയോ സീ ഹോക്ക് ഹെലികോപ്റ്റർ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ, നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പഠിപ്പി.